ഹലോ ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. എന്നോട് കുറേ പേര് ചോദിച്ചു എങ്ങനെയാണ് പെൺകുട്ടികളോട് അട്രാക്റ്റീവായിട്ട് സംസാരിക്കേണ്ടത്. ആ, അവർക്ക് ചാറ്റ് ചെയ്യുമ്പോഴായാലും സംസാരിക്കുമ്പോഴായാലും സംസാരിക്കാൻ വിഷയങ്ങൾ കിട്ടുന്നില്ല. എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ഒന്നും സംസാരിക്കാനില്ലാതെ ചുമ്മാ അങ്ങോട്ടേക്ക് വെറുതെ പിന്നെന്താ, വേറെന്താ, ഈ സെയിം ചോദ്യങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നു. എങ്ങനെയാണ് അട്രാക്റ്റീവായിട്ട് സംസാരിക്കുക, എങ്ങനെയാണ് സംസാരിക്കാൻ വിഷയങ്ങൾ കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ സമയമുള്ളപ്പോൾ ഈ വീഡിയോ കാണുക. ഓക്കെ, ഇന്ന് മിക്ക ബോയ്സും ചെയ്യുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ ആകർഷകമായിട്ട് സംസാരിക്കുന്നതിന് പകരം ജസ്റ്റ് ടോക്ക് ചെയ്യുന്നേ ഉള്ളൂ. ചുമ്മാ വെറുതെ സംസാരിക്കുകയാണ്. വെറുതെ സംസാരിക്കുന്നതും ആകർഷകമായിട്ട് സംസാരിക്കുന്നതും രണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചാറ്റിങ്ങിലായാലും ശരി, നേരിട്ടായാലും പോലും നിങ്ങൾക്കൊരു തണുത്ത പ്രതികരണം ഗേൾസിൽ നിന്നും കിട്ടുന്നത്. നിങ്ങളുടെ മെസ്സേജിന് വളരെ ലേറ്റായിട്ട് റിപ്ലൈ കിട്ടുന്നതും ഈ ബോറിംഗ് ആയിട്ടുള്ള ടോക്ക് കൊണ്ടാണ്. ഇന്ന് മിക്കവാറും എല്ലാവരും ചാറ്റിങ്ങിലൂടെയാണ് കൂടുതലും സംസാരിക്കുന്നത്. അപ്പോൾ ഈ അധികമായിട്ട് ഫോൺ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ കാരണം നേരിട്ട് സംസാരിക്കുന്ന അവസരങ്ങളിൽ അവരുടെ ഫേസിൽ നോക്കിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബോയ്സിന് പറ്റാറില്ല. അവർ നെർവസ് ആവുന്നു, അവർ പതറുന്നു. ഓക്കെ, ഫൈൻ. നമ്മളിപ്പം തുടക്കത്തിൽ ഗേൾസിനോട് സംസാരിക്കുമ്പോൾ ചെറിയ നെർവസ് ഒക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്, സാധാരണമാണ്. അത് കുഴപ്പമില്ല. പക്ഷേ ആദ്യത്തെ ആ ഒരു കുറച്ച് ടൈം കഴിഞ്ഞാൽ, ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂളായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റണം, നമുക്ക് ഫ്ലേർട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതൊക്കെ എങ്ങനെ പറ്റാമെന്നുള്ളതാണ്, എങ്ങനെയാണ് ആ രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സംസാരിക്കാൻ എല്ലാവർക്കും പറ്റും. അതിന് പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രാക്ടീസ് വഴി ഈ പറയുന്ന നെർവസും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാം. പലപ്പോഴും നിങ്ങൾക്ക് ഒരു 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 വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ നൈസായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് മാത്രം സംസാരിക്കുന്നത് കൊണ്ടാണ്. അതൊരു മെയിൻ പ്രശ്നമാണ്. നിങ്ങൾ വളരെ പാവത്തിനെ പോലെ അവരെ വളരെ സുഖിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ വളരെ വിനയത്തോടെ താഴ്ന്നു നിന്ന് നൈസായിട്ട് ഒരു ഗുഡ് പേഴ്സൺ എന്നുള്ള ഇമേജിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നൈസായിട്ട് സംസാരിക്കുന്നത് പലപ്പോഴും ഒരു വലിയ പ്രശ്നമാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പം നിങ്ങളോട് അവർക്ക് ഇങ്ങോട്ടും ഒരു അട്രാക്ഷൻ ഉണ്ട്, ഒരു ക്രഷ് ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പെരുമാറിയാലും അവരിങ്ങോട്ടേക്ക് ഫ്ലേർട്ട് ചെയ്യും, അവരിങ്ങോട്ട് ഫ്ലേർട്ട് ചെയ്ത് സംസാരിക്കും. പക്ഷേ അത് വളരെ അപൂർവമാണ്. മോസ്റ്റ് ഓഫ് ദ കേസസ് അങ്ങനെയല്ല. അതിന് അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ ഉണ്ടാവണം. പിന്നെന്താ പറയുക, നിങ്ങൾ അത്രക്കും സൂപ്പറാണെങ്കിൽ ഒരു പക്ഷേ നടക്കും. പക്ഷേ എല്ലാവരുടെ കേസിലും അങ്ങനെയല്ല, എല്ലാ കേസസിലും അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഈ രീതിയിൽ അട്രാക്റ്റീവായിട്ട് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. നിങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത്, പിന്നെ അതെങ്ങനെ തിരുത്താമെന്നുള്ളതും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങൾക്ക് സംസാരിക്കാൻ പലപ്പോഴും വിഷയങ്ങൾ കിട്ടാതെ വരുന്നത് നിങ്ങൾ ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ടാണ്. അതായത് ജസ്റ്റ് ചോദ്യങ്ങൾ മാത്രം അങ്ങോട്ട് ചോദിക്കുന്നു, അവരതിന് ഉത്തരവും പറയുന്നു, അവിടെ തീർന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ പതിവായിട്ട് ചോദിക്കുന്ന ചോദ്യമായിരിക്കും, ഫുഡ് കഴിച്ചോ, ചായ കുടിച്ചോ, വീട്ടിൽ ആരൊക്കെയുണ്ട്, എവിടെയാണ് പഠിച്ചേ,
എവിടെ പഠിച്ചേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിച്ചാൽ അവരെന്താ പറയുക? ഒന്നുകിൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. കഴിച്ചില്ലെങ്കിൽ എന്തു പറയും? എന്താ കഴിക്കാതെ? അപ്പോൾ അവർ പറയും വിശപ്പില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ച് മുമ്പെയാണ് എന്തോ കഴിച്ചത്. എന്താ വിശക്കാതെ വെച്ചാൽ പിന്നെ അവരെന്താ പറയേണ്ടത്? വിശപ്പില്ല, അത്ര തന്നെ. വിശപ്പില്ല. അപ്പോൾ നിങ്ങളോട് ഒരാൾ എന്തുകൊണ്ടാണ് കഴിക്കാതെ ചോദിച്ചാൽ വിശപ്പില്ലാത്തതുകൊണ്ട്. എന്തുകൊണ്ടാണ് വിശപ്പില്ലാതെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വിശപ്പില്ല, അത്ര തന്നെ. അപ്പോൾ അവിടെ ആ സംസാരം കഴിഞ്ഞു. അതുപോലെ തന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, ചേച്ചി, ചേട്ടൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉത്തരം കിട്ടി. പിന്നെ അവിടെ ക്വസ്റ്റ്യൻ തീർന്നു. ഇതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളിപ്പം എവിടെയാണ് പഠിച്ചേ, എന്താ പഠിച്ചതെന്ന് ചോദിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അത് ചോദിച്ചതിന് ശേഷമായാലും ഈ ചോദ്യം ചോദിച്ചതിന് ശേഷം നിങ്ങൾ ചോദിക്കുക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്സ് അല്ലേ എന്ന് ചോദിക്കുക. മെജോറിറ്റി ആൾക്കാർക്ക് മാത്സ് ആയിരിക്കില്ല ഇഷ്ടം, എങ്കിലും നിങ്ങൾ ആ രീതിയിൽ ചോദിക്കുക. മാത്സ് അല്ലേ, അല്ലെങ്കിൽ സയൻസ് ആണോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണോ, അല്ലെങ്കിൽ മലയാളമാണോ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അല്ലേ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുക. അപ്പോൾ അവർ ഇപ്പം കോളേജ് ഡിഗ്രി ലെവലാണെങ്കിലും ഈ രീതിയിലുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ അതേക്കുറിച്ച് ചോദിക്കുക. ഇന്ന് വിഷയമല്ലേ കൂടുതൽ താല്പര്യം, ഇപ്പം ബികോം ആണ് പഠിക്കുന്നതെങ്കിൽ അപ്പം മാത്സ് ആണല്ലേ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുക. അതുപോലെ സയൻസ് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് ആ രീതിയിൽ ഇതല്ലേ ഇഷ്ടം എന്നുള്ളത് പറയാം. അപ്പോൾ അവർ പറയും അതല്ല ഇഷ്ടം, എന്തേ അങ്ങനെ ചോദിച്ചതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയാം, നിന്നെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി, കണ്ടപ്പോൾ ഒരു ബുജിയാണെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാനങ്ങനെ ബുജിയൊന്നുമല്ല, അത് ചുമ്മാ പറയേണ്ടത്, നിന്നെ കണ്ടാൽ അറിയാലോ, അങ്ങനെയൊക്കെ ചുമ്മാ പറയാം. അപ്പോൾ ഈ സംസാരം ഇങ്ങനെ ഭയങ്കര ഫണ്ണായിട്ട് നീണ്ടു പോകും. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ സാധാരണ ചോദിക്കുന്നത്, വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛനമ്മ ഇവർ ഉണ്ട്, പിന്നെ അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. പിന്നെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇതോടുകൂടി ചോദ്യങ്ങൾ തീർന്നു. അപ്പോൾ നിങ്ങൾ അടുത്തതായിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കേണ്ടത്, ഇതൊക്കെ ജസ്റ്റ് നമ്മൾ തുടക്കകാലത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ജസ്റ്റ് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്തു തന്നെയായാലും ഇത് ചോദിച്ചതിന് ശേഷം തുടക്കകാലത്ത് തന്നെയാണ് നമുക്ക് സംസാരിക്കാൻ വിഷയങ്ങൾ ഏറ്റവും കുറവായിട്ട് നമുക്ക് എന്താ പറഞ്ഞു വന്നേ, തുടക്കകാലത്താണ് നമുക്ക് ചോദ്യങ്ങൾ ഏറ്റവും കുറവ് കിട്ടുക. എന്താണ് അവരോട് സംസാരിക്കാനുള്ള വിഷയങ്ങൾ ഏറ്റവും കുറവാകുക. അപ്പോൾ നിങ്ങൾ സിബ്ലിങ്സ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പറയാം, ബ്രദറായിട്ട് വെറുതെ വഴക്കുന്ന ടൈപ്പല്ലേ നീ, അവരെ വെറുതെ പോയിട്ട് നീ അനോയ് ചെയ്യാറില്ലേ, ഇറിറ്റേറ്റ് ചെയ്യുന്നതല്ലേ നിനക്കിഷ്ടം, തല്ലുകൂടാറില്ലേ, ഇപ്പം ബ്രദറായാലും സിസ്റ്ററായാലും ഒക്കെ ആ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുക. മുമ്പും നമ്മളിത് തന്നെയാണ് ചെയ്തത്. എനിക്കിന്ന സബ്ജക്റ്റ് അല്ലേ ഇഷ്ടം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അപ്പോൾ അവരതിന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒരു മറുപടി പറഞ്ഞു. അതിൽ നമ്മളിങ്ങനെ പിന്നെ കയറി പോകണം. അതുപോലെ തന്നെ മിക്ക സിബ്ലിങ്സും നമ്മൾ വഴക്കുണ്ടാവും, ചിലയിടത്ത് വഴക്കുണ്ടാവില്ല. ചിലപ്പോൾ അവർ ബ്രദേഴ്സ് ആയിരിക്കും പ്രശ്നക്കാർ, ചിലപ്പോൾ ഇവരായിരിക്കും പ്രശ്നക്കാർ. എന്ത് തന്നെയാലും നമ്മൾ ചുമ്മാ അങ്ങോട്ട് എറിയാം. നീ വെറുതെ പോയിട്ട് സിസ്റ്ററിനെ പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ടൈപ്പല്ലേ, വെറുതെ അവളുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ടൈപ്പ് അല്ലേ നീ. അപ്പോൾ ചോദിക്കും, ഞാൻ അതെന്താ അങ്ങനെ തോന്നിയ, ഞാനത് അങ്ങനെ നിനക്ക് തോന്നാൻ കാരണം എന്താ, ഞാൻ അങ്ങനത്തെ ആളല്ല, എങ്കിൽ നീ പറഞ്ഞത് ശരിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, നീ എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത്. അപ്പോൾ സംസാരം കുറച്ചുകൂടി എന്താ പറയുക, ആക്റ്റീവാകും, കുറച്ചുകൂടി വൈബ് വരും, ഒരു ഫൺ മോഡിൽ രസത്തിലങ്ങ് പോവും. അതുപോലെ ചുമ്മാ പറയാം, നിനക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലേ, എനിക്കത് മനസ്സിലായി എന്ന് പറയാം. ഇന്നത്തെ കാലത്ത് ഒരു മെജോറിറ്റി ഓഫ് ഗേൾസിനും കുക്കിംഗ് ഇഷ്ടമല്ല. ഇനി എനിക്ക് കുക്കിംഗ് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളല്ലേ എന്നും പറയാം. അപ്പോൾ അവൾ പറയാം, അതെങ്ങനെ മനസ്സിലായി, എനിക്ക് കുക്കിംഗ് ഇഷ്ടമല്ല, എനിക്ക് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം, അങ്ങനെ എന്തൊക്കെയായിട്ട് അവർ പറയും. അപ്പോൾ അതിൽ പിടിച്ചിട്ട് നിങ്ങൾ അടുത്തടുത്ത് സംസാരിക്കുക, പറയാം. പിന്നെ അന്നേരം പറയും, എനിക്ക് കുക്കിംഗ് നല്ലോണം അറിയുന്ന പെണ്ണിനെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ പറയും എനിക്കും അത്ര വലിയ കുക്കിംഗ് അറിയണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല, എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം. ചുമ്മാ അടിച്ചു വിടുക, ഞാൻ കുക്ക് ചെയ്യും, അതുകൊണ്ട് എനിക്കങ്ങനെ പെൺകുട്ടികൾ കുക്ക് ചെയ്യുന്ന കാര്യത്തിനോട് കുക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം വലിയ നിർബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഒരു രസത്തിന് ഫൺ മോഡിൽ സംസാരിക്കുക.
ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒരു ഫൺ മോഡിൽ സംസാരിക്കുന്നതാണ്, അവർക്കും മനസ്സിലാവണം. അല്ലാതെ ഇത് ജെന്യുവനായിട്ട് നിങ്ങൾ പറയുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടമാണെന്നുള്ളത് ഫേക്ക് ചെയ്യാൻ പാടില്ല. ചുമ്മാ ഒരു ഫൺ മോഡിൽ സംസാരം കൊണ്ടുപോകുന്ന രീതിയിൽ ഈ രീതിയിൽ സംസാരിക്കുക. എന്നിട്ട് നിങ്ങൾ ലാസ്റ്റിൽ കാര്യമായിട്ട് പറയും, എനിക്ക് കുക്കിംഗ് അറിയുന്ന പെണ്ണിനെ തന്നെയാണ് ഇഷ്ടം, എൻ്റെ ഒരു കൺസെപ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ജെന്യുവനായിട്ട് പറയാം. ചിലപ്പോൾ അത് വർക്കൗട്ട് ആവില്ല. എനിവേ നിങ്ങൾ ജെന്യുവനായിട്ട് തന്നെ സംസാരിക്കുക. പക്ഷേ സംസാരം നമുക്കൊരു ഫണ്ണായിട്ട് കൊണ്ടുപോകാനും വിഷയങ്ങൾ കിട്ടാതെ സ്റ്റക്കാവാതിരിക്കാനും വേണ്ടിയിട്ട് ഈ രീതിയിൽ സംസാരിക്കാം. അല്ലാതെ വെറുതെ കുറേ ചോദ്യങ്ങൾ ചോദിച്ച് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ട് ഇപ്പോഴെന്തിനാ? നിങ്ങളെന്താ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്? ഈ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ്? നിങ്ങളെന്താ സർവേ നടത്തുകയാണോ? അല്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ എസ് ഓർ നോ ഇൻ്റർവ്യൂ മോഡൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. കാരണം ഇത്തരം നോർമൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഒരു ഇംപ്രഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇത്തരം നോർമൽ ചോദ്യം ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും സ്ട്രേഞ്ചേഴ്സാണ്. ഒരു അപരിചിതരോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നോർമലായിട്ടുള്ള അവരുടെ ജസ്റ്റ് ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ള എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ആ രീതിയിൽ നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് തന്നെ കോൺവെർസേഷൻ സ്റ്റോപ്പ് ആവും. അതുമാത്രമല്ല നിങ്ങളോടും ആ ഒരു സെയിം ഫീലിങ്സേ ഉണ്ടാവുള്ളൂ. ഒരു സ്ട്രേഞ്ചറോട് സംസാരിക്കുന്ന ആ ഒരു സെയിം ഫീലിങ്സ് മാത്രമേ നിങ്ങളോടും ഇത്തരം നോർമൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോർമൽ എസ് ഓർ നോ ഇൻ്റർവ്യൂ മോഡൽ ക്വസ്റ്റ്യൻസ് നിർത്തിയിട്ട് കുറച്ചുകൂടി ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ടേക്ക് പോവുക. ഈ നോർമൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ചോദ്യം ചോദിച്ച് ഉത്തരം കിട്ടുമ്പോൾ തന്നെ അറിയാം ഇനി അടുത്ത ചോദ്യം എന്ത് ചോദിക്കുന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അത് നിങ്ങളെ നെർവസ് ആക്കും. കാരണം നിങ്ങൾക്കറിയാം ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ഉത്തരമാണ് പറയുക, പിന്നെ ഞാൻ എന്ത് ചോദിക്കുന്നുള്ള ടെൻഷനിലാണ് നിങ്ങൾ ഉണ്ടാവുക. നിങ്ങൾ ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കില്ല. നിങ്ങൾ കൂടുതൽ ഫണ്ണായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മൈൻഡിലായിരിക്കില്ല. കാരണം നിങ്ങൾ അടുത്ത എന്ത് ചോദിക്കും എന്നുള്ളൊരു ടെൻഷനിലാണ് ഇരിക്കുക. അതുകൊണ്ട് മാക്സിമം ഇത്തരത്തിലുള്ള എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നിർത്തിയിട്ട് ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഏകദേശം അവരുടെ ക്യാരക്ടർ ഗസ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് ശരിയാവണം. അവളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് ഏകദേശം ഒരു ധാരണ വരുത്തി ശരിയായ പ്രൊഡിക്ഷൻസ് മാക്സിമം നടത്തുക. ഇനി തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. എയ്തർ വേ ഷീ വിൽ എൻഗേജ് ഇൻ കോൺവെർസേഷൻസ്. അതുകൊണ്ട് മാക്സിമം നിങ്ങളെന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ അവളുടെ ക്യാരക്ടർ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നു, അവളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ തന്നെ പറയുക. തെറ്റിയാലും അവൾ ഒരു ഫണ്ണ് മൂഡിൽ അതങ്ങ് പോയിക്കോളും. അവളും ആ ഒരു സംഭാഷണത്തിൽ എൻഗേജ് ആവും. ഒരു ഫൺ മൂഡിൽ തന്നെ നമുക്ക് ആ ഒരു തെറ്റിക്കഴിഞ്ഞാലും കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ മാത്രം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലാതെ നിങ്ങൾ ഈ ഒരു എന്താ പറയുക, നിങ്ങൾ അവളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവൾ ഉത്തരം പറയുന്നു, നിങ്ങൾ വീണ്ടും അടുത്ത ചോദ്യം ചോദിക്കുന്നു, അടുത്ത ഉത്തരം കിട്ടുന്നു എന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ചോദിക്കുമ്പോൾ അവൾ സെലിബ്രിറ്റിയും നിങ്ങളൊരു ആങ്കറുമായിട്ട് മാറും. നിങ്ങൾ അവളെ ഇൻ്റർവ്യൂ ചെയ്യുകയാണെന്നുള്ളൊരു മോഡിലോട്ടേ വരും. അത് ഒരിക്കലും അവിടെ ഒരു അട്രാക്ഷൻ ക്രിയേറ്റ് ആവില്ല. അവളൊരു വലിയ ഒരു പൊസിഷനിൽ ഇരിക്കുന്നു, നിങ്ങൾ അവിടെ താഴെ ആങ്കറായിട്ട് നിന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത് ഒരിക്കലും നിങ്ങൾക്കൊരു അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കില്ല. മറിച്ച് ഒരു കോൺവെർസേഷൻ ആകുമ്പോൾ രണ്ടുപേരും എൻഗേജ്ഡ് ആവണം. അപ്പോൾ മാത്രമേ അവിടെ അട്രാക്ഷൻ ബിൽഡ് ആവുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞത്. അതായത് രണ്ടുപേരും എൻഗേജ് ആവുന്ന രീതിയിലുള്ള ഫണ്ണായിട്ട് സംസാരം കൊണ്ടുപോവുക. ജസ്റ്റ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവളെ നിങ്ങൾ മുകളിൽ കൊണ്ടുപോയി നിർത്തരുത്, സെലിബ്രിറ്റി ആയിട്ട് വെക്കരുത്. ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനിയും 1-2 കാര്യങ്ങൾ കൂടി ഈ ഒരു വിഷയത്തിൽ പറയാനുണ്ട്. അതൊരു അടുത്ത വീഡിയോ ആക്കാൻ തോന്നുന്നു. ഇപ്പം തന്നെ ഏകദേശം 50 മിനിറ്റ്സോളം ആയെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പോയിൻറ്റ്സ് കൂടി പറയാം.